ഓണറേറിയം വർധന ആവശ്യപ്പെട്ട ആശാപ്രവർത്തകർ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം രണ്ടാം ദിവസത്തിലേക്ക്. ആദ്യഘട്ടത്തിൽ 3 ആശാപ്രവർത്തകരാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഡൽഹി സന്ദർശനം ആശാപ്രവർത്തകരെ പറ്റിക്കാനാണ് എന്നാണ് സമരക്കാരുടെ ആരോപണം. എന്നാൽ കേന്ദ്രമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നടത്താനാണ് ഡൽഹി യാത്രയെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കുന്നത്. മന്ത്രിയുടെ സന്ദർശനാനുമതി തേടിയതിൽ എന്താണ് തെറ്റെന്നും മന്ത്രി ചോദിക്കുന്നു. മാധ്യമങ്ങൾ സത്യം മൂടിവെക്കുകയാണ് എന്ന് മന്ത്രി കുറ്റപ്പെടുത്തുന്നു. 2 ലക്ഷ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 ലക്ഷ്യങ്ങളുണ്ട്. കേന്ദ്രമന്ത്രിയെ കാണണമെന്നുള്ളതും, രണ്ടാമത് ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ വീഡിയോ എടുത്ത് കാണിക്കാം. നിങ്ങളുടെ രണ്ടാമത് ഞാൻ പറഞ്ഞു ക്യൂബൻ ഡെലിഗേഷനുമായിട്ട് സന്ദർശനം. ഇന്ന് രാവിലെ നിങ്ങൾ കൊടുത്തായിട്ട് ഞാൻ കാണുന്നത് മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളം, അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് തേടിയത് കുറ്റകരമാണ്, ആ അപ്പോയിന്റ്മെന്റ് തേടിയതിനകത്ത് പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹം അതിന് അപ്പോയിന്റ്മെന്റ് തരുമ്പോൾ കാണും, അല്ലെങ്കിൽ ഞാൻ റെപ്രസെന്റേഷൻ കൊടുക്കും, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്താണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്? എന്താണ് ചില മാധ്യമങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്? എന്താണ്? ഇനി ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഇഷ്ടമുള്ള വാർത്ത കൊടുത്തോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്ത കൊടുത്തോ. ഞാൻ സത്യമാണ് പറഞ്ഞത്. വിഷയം ഇന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ സബ്മിഷനായി ഉന്നയിക്കും. മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയും. ഈ വിവരങ്ങളുമായി AK സ്റ്റെഫിൻ സമരപ്പന്തലിൽ നിന്നും നിയമസഭയിൽ നിന്ന് അമൽ തേനംപറമ്പിലും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം അമലിലേക്ക്. അമൽ, നേരത്തെ നിയമസഭയിൽ ഈ വിഷയം വന്നതാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇതൊരു സബ്മിഷനായിട്ട് അവതരിപ്പിച്ച് കൂടുതൽ വ്യക്തത ഈ വിഷയത്തിൽ തേടാൻ വേണ്ടിയുള്ള നീക്കം പ്രതിപക്ഷം നടത്തുന്നത്. ഇന്ന് അടിയന്തര പ്രമേയമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഒരു മറുപടി, തൃപ്തികരമായ ഒരു മറുപടി പ്രതിപക്ഷത്തിന് നൽകാനുള്ള സാധ്യത എത്രമാത്രമാണ്? മാർഷൽ, ആശാവർക്കർമാരുടെ സമരം 40ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അനിശ്ചിതകാല നിരാഹാര സമരമാണെങ്കിൽ ഇന്നിപ്പോൾ 2ാം ദിവസവും പുരോഗമിക്കുന്നു. അതിനിടയിലാണ് വീണ്ടും സഭയിൽ ഈ വിഷയം ഉന്നയിക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തിയിരിക്കുന്നത്. പ്രശ്നപരിഹാരം ഉണ്ടാകാതെ അനന്തമായി വിഷയം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാനാകില്ല എന്നും അടിയന്തരമായ പ്രശ്നപരിഹാരം വേണം എന്നുള്ളതുമാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് സബ്മിഷനായി ഈ സഭയിൽ ആവശ്യപ്പെടുക. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രി ഇതുവരെയും സഭയിൽ എത്തിയിട്ടില്ല. അങ്ങനെയെങ്കിലും ഒരു പക്ഷേ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയത് പ്രകാരം മന്ത്രി P. രാജീവ് ഈ വിഷയത്തിൽ സബ്മിഷന് മറുപടി പറയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ റൂൾ 50 പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസായി ഈ വിഷയം സഭയിലെത്തിയിരുന്നു. പക്ഷേ അന്ന് അടിയന്തര പ്രമേയ അവതരണത്തിന് അനുമതി നിഷേധിക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ പിന്നീട് പലവട്ടങ്ങളിലും ബില്ലിന്മേലുള്ള ചർച്ചകളിലും അതോടൊപ്പം ധനാഭ്യർത്ഥന ചർച്ചയിലും എല്ലാം ഈ വിഷയം ഉയർന്നു വന്നിരുന്നുവെങ്കിൽ കൂടി തുടക്കം മുതൽ സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാദം തന്നെ ആവർത്തിക്കുകയാണ് ഉണ്ടായത്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രതികരണം നമ്മൾ അല്പം മുമ്പ് കണ്ടു. മാധ്യമങ്ങളാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് എന്നുള്ള തരത്തിലാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുന്നത്. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വാർത്ത കൊടുത്തുകൊള്ളൂ എന്ന് ആരോഗ്യമന്ത്രി പ്രതികരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ സഭയുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയമായതിനാൽ തന്നെ കഴിഞ്ഞ 12ാം തീയതി സ്പീക്കറോട് സഭയിൽ എത്താൻ കഴിയില്ല എന്നും ചില ഔദ്യോഗിക കാര്യങ്ങൾക്കായി ഡൽഹിയിലേക്ക് പോവുകയാണ് എന്നും മന്ത്രി അറിയിച്ചിരുന്നു. സ്പീക്കർ സഭയിൽ വായിക്കുകയും ചെയ്തു. ആരോഗ്യമന്ത്രി ഇന്ന് ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ ആ വീഡിയോ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ദിവസം ഇത്രയും ഇങ്ങ് കടന്നു പോരുമ്പോൾ ആ ദിവസങ്ങളിലൊന്നും കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഒരു അപ്പോയിൻമെൻറ്റ് തേടിയില്ല എന്നൊരു വസ്തുതയോടെ നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ മാധ്യമങ്ങൾ കള്ളവാർത്ത പടച്ചുവിട്ടു എന്നുള്ള മന്ത്രിയുടെ വാദം നിലനിൽക്കുന്നതല്ല. സ്വാഭാവികമാണ് ആശാവർക്കർമാരുടെ രോക്ഷത്തോടെയുള്ള പ്രതികരണം. അല്പസമയങ്ങൾക്കകം തന്നെ നമ്മളെന്തായാലും ഇപ്പോൾ സമയം 10:15 ഇപ്പോൾ കോളിംഗ് അറ്റൻഷൻ നടക്കുകയാണ്, സന്ദർശനിക്കൽ നടക്കുകയാണ്. 10:06 ഒരു 10:15 ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഒരു വിശദീകരണം ഒരു വട്ടം കൂടി സഭയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 10:15 മുഖ്യമന്ത്രി സഭയിലെത്തിയാൽ മുഖ്യമന്ത്രി തന്നെ മറുപടി നൽകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മാർഷൽ, എന്തായാലും സഭയിൽ ഈ വിഷയം സബ്മിഷനായി വരികയാണ്. അതേസമയം സമരപ്പന്തലിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കാം. AK സ്റ്റെഫിനുണ്ട്. സ്റ്റെഫിൻ, ഇന്ന് 2ാം ദിവസത്തിലേക്ക് നിരാഹാര സമരം കടന്നിരിക്കുകയാണ്. സമരക്കാർക്ക് രോഷമുണ്ട്. ആരോഗ്യമന്ത്രി ഡൽഹിയിൽ പോയത് ആശാപ്രവർത്തകരുടെ പ്രശ്നം പരിഹരിക്കാനാണെന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതായി അവർക്ക് ആരോപണമുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു സമര നേതാക്കൾ? അഭിലാഷ, സമരപ്പന്തലിൽ 3 പേർ ഇപ്പോൾ നിരാഹാരം തുടരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അവരുടെ സമരത്തിന് കൂടുതൽ ജനപങ്കാളിത്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുന്നുണ്ട്. കാരണം കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. 40ാം ദിവസം എത്തുമ്പോഴും ആശാപ്രവർത്തകരുടെ എണ്ണത്തിൽ ഒരു കുറവുമില്ല എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഈ നിരാഹാര സമരം 2ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ടോ? സർക്കാർ കനിയുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും പ്രതീക്ഷയോടെ തന്നെയാണ് ഇരിക്കുന്നത്. എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ തയ്യാറാണ് ചർച്ചയ്ക്ക്. സർക്കാർ പലതവണ ചർച്ചയ്ക്ക് ഇതിനു മുമ്പും വിളിച്ചു, പക്ഷേ ഒരു പ്രശ്നപരിഹാരം ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ സ്വാഭാവികമായി ഈ സമരം അങ്ങ് അവസാനിച്ചു പോകട്ടെ, അങ്ങനൊരു നിലപാട് സർക്കാരിന് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതിനെപ്പറ്റി കൂടുതൽ പറയാൻ എനിക്കറിയില്ല.
കാരണം നിലപാട് എന്താണെന്നുള്ളത് സർക്കാരിന് മാത്രമേ അറിയാവൂ. നമ്മൾ ഒരു പാർട്ടിക്കാർക്കും നമ്മളെതിരല്ല, നമ്മളൊരു പാർട്ടി ബേസിലല്ല സമരം ചെയ്യുന്നത്. നമ്മളിവിടെ കിടന്ന് ഈ പിന്തുണയ്ക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് നമ്മുടെ ഗവൺമെൻറ് തന്നെയാണ്. നമ്മൾ എത്രയോ ദിവസം ഇവിടെ കിടന്നു, 4-5 ദിവസം വിളിച്ച് നമുക്ക് ചർച്ച ചെയ്ത് എന്താണ് ഒരു തീരുമാനമെന്നും നല്ല രീതിയിലൊരു അവരൊന്ന് തീരുമാനിച്ച് നമുക്കൊരു മറുപടി തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ പോകുമായിരുന്നു. പക്ഷേ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഈ 38ാമത്തെ ദിവസത്തിൽ വിളിച്ചിട്ട് ഞങ്ങളെ കയ്യിൽ കാശില്ല, നിങ്ങൾ പോകണം എന്ന് പറയുന്നത് അത് നല്ലൊരു നടപടിയാണെന്നോ അറിയില്ല. അവരെന്താണോ പഠിച്ചിട്ടുള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കൊരാവശ്യമുണ്ട്, ഞങ്ങളെ ഓണറേറിയം വർദ്ധിപ്പിക്കുക. ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തരട്ടെ, അല്ലെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ അവർക്ക് മാത്രമേ ചർച്ച ചെയ്യാനുള്ള അധികാരമുള്ളൂ. നമുക്കതൊന്നും അറിയില്ല. നമുക്ക് നമ്മുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, 62 വയസ്സ് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ ആനുകൂല്യം തരിക, ഇതൊക്കെ മാത്രമാണ് നമുക്ക് ചിന്ത. ഇപ്പോഴും നമ്മൾ അത് തന്നെയാണ് പറയുന്നത്. നമ്മൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. എത്ര ചർച്ച വേണമെങ്കിലും ഞങ്ങളും തയ്യാറാണ്. ആശാപ്രവർത്തകർ ഏതായാലും ആ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിന്ന് മുൻപോട്ട് പോവുകയാണ്. ഇന്നലെ LDF യോഗത്തിൽ CPIയും RJDയും അടക്കമുള്ള ഘടകകക്ഷികൾ ഈ കാര്യം ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ട് പോലും അത് പരിഗണിക്കാത്ത ഒരു നിലപാട് CPIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. കേന്ദ്ര സർക്കാർ ഈ വിഹിതം ഉയർത്തിക്കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരും അതിന് തയ്യാറാണ് എന്നുള്ള നിലപാടൊക്കെയാണ് ഇന്നലെ LDF യോഗത്തിലും എടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഒരു ചർച്ചയ്ക്ക് വിളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അവരുടെ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നും ഇപ്പോൾ ഏതായാലും ആ ഘട്ടത്തിൽ പറയാൻ സാധിക്കാത്തൊരു സ്ഥിതിയുണ്ട്. ഇന്നലെ ഈ ആരോഗ്യമന്ത്രി നേരത്തെ പറഞ്ഞു കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പോവുകയാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെ ഒന്ന് രാഷ്ട്രീയവൽക്കരിച്ച് ഇപ്പം പ്രധാനപ്പെട്ട ചർച്ചയായി മാറുന്നത് നഡ്ഡയെ കണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് നിങ്ങളുടെ ഒരു സമരത്തിൽ നിന്നൊരു ശ്രദ്ധ തിരിക്കാനാണെന്ന് തോന്നുന്നുണ്ടോ? എന്താണ് ഞങ്ങളോട് ആരോഗ്യമന്ത്രി പറഞ്ഞത്, നിങ്ങളുടെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ഞാൻ കേന്ദ്രമന്ത്രിയെ കാണാൻ പോവുകയാണ്, ഞാൻ കൃത്യമായി അതിൻ്റെ മറുപടിയുമായിട്ട് തിരിച്ചു വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. അവിടെ ചെന്നപ്പോഴെന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. പിന്നീടാണ് അറിയുന്നത് ക്യൂബ സന്ദർശനം അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് പിന്നീടാണ് ഞങ്ങൾ അറിയുന്നത്. ഇനി ഏതൊക്കെ ചർച്ച തിരിച്ചു വിട്ടാലും കൃത്യമായിട്ടും ആരോഗ്യമന്ത്രിക്ക് അറിയാം ഞങ്ങളിവിടെ 40ാം ദിവസവും സമരത്തിലാണെന്ന്. ആ സമരത്തിന് അനുപാതികമായിട്ടുള്ള നിലപാടെടുക്കേണ്ടതാണ് ആവശ്യം. ഇനി എവിടെയൊക്കെ പോയാൽ എങ്ങനെയൊക്കെയാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായി പറയാൻ പറ്റത്തില്ലല്ലോ. അത് ആരോഗ്യമന്ത്രിയുടെ സന്ദർശന വിഷയമല്ലേ. ഉറച്ച വാക്കുകളാണ് അഭിലാഷ്. കാരണം ആ സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. കാരണം ഈ 3 സ്ത്രീകളാണ് ഇപ്പോൾ, ആശാപ്രവർത്തകരാണ് നിരാഹാര സമരം ഇരിക്കുന്നത്. ഒരുപാട് പേർ ഈ ഇരിക്കുന്നവരെല്ലാം തന്നെ നിരാഹാര സമരത്തിന് തയ്യാറായി നിൽക്കുന്നവരാണ്. ഒരു പക്ഷേ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇത് വലിയൊരു രീതിയിൽ മറ്റുള്ളവർ അത് ഏറ്റെടുക്കും. അങ്ങനെ ഒരു വലിയ സമരമായി തന്നെ ഇത് മാറും. അങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ആശാപ്രവർത്തകർ 40ാം ദിവസവും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം.